നമുക്കിന്ന് ലീഫ് സ്കെൽറ്റൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആലിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഏത് ലീഫ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ ലീഫ് കുറച്ച് ദിവസം വെള്ളത്തിലിട്ടൊന്ന് വയ്ക്കണം കേട്ടോ. കുറഞ്ഞതൊരു 15 ദിവസമെങ്കിലും വേണ്ടി വരും. പിന്നെ അത്രയും ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലീഫിൻ്റെ സ്കെൽറ്റൻ കിട്ടണമെന്നില്ല. ചിലതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ട് കുറച്ച് ദിവസവും കൂടി ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ പഴയൊരു പാത്രത്തിലായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലീഫൊക്കെ അതിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് നിങ്ങളൊന്ന് മാറ്റി കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അങ്ങനെ 16 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ട് 2 ലീഫ് സ്കെൽറ്റൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതുപോലത്തെ 2 ലീഫ് മതി കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ യെല്ലോയും ഓറഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി ഭാഗത്തോളം നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്, ബാക്കി പകുതി ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ 2 ലീഫും പെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണമെങ്കിൽ നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കില്ലേ, അത് കഴിഞ്ഞിട്ട് അതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റ് കൊടുത്തിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലൊന്നും ഇട്ടെടുക്കുന്നില്ല, നേരിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 എണ്ണവും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ കളർ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഫ്രെയിം റെഡിയാക്കി എടുക്കണം. എന്നിട്ട് അതിലായിട്ട് നമ്മുടെ ലീവ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറമേ നിന്നായിട്ട് ആ ഒരു പീസ് ഇങ്ങനെ ഒന്ന് പറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ 4 സൈഡിലായിട്ട് ഈ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ വീതിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം കേട്ടോ. അങ്ങനെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ലീഫ് സ്കെൽറ്റൻ ഉണ്ടല്ലോ, അത് ഇതിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ 2 എണ്ണവും ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇങ്ങനെ കാണാനായിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനത്തെ വാൾ ഡെക്കർ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ഭയങ്കര വില കൊടുത്ത് വാങ്ങാറുള്ളതാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തന്നെ അധികം പൈസ ചിലവില്ലാതെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത്രയും ചെയ്തിട്ട് ഇതൊരു വാൾ ഡെക്കറായിട്ട് എടുക്കാം.
ഞാനിപ്പോൾ ഇതിലായിട്ട് ഒരു കോട്ട് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു ലീഫിലായിട്ട് പേന വെച്ച് നമ്മളൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലീഫ് സ്കെൽറ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഭംഗിയായിട്ടൊന്നും കിട്ടില്ല. എന്നാലും അത് എഴുതി വരുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിന് മുകളിൽ കൂടി ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കർ. പിന്നെ ഒരു വേർഡ് മാത്രം നമ്മൾ പുറത്താണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതുകൂടി ലീഫിലായിരുന്നു വെച്ചെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വേണമെങ്കിൽ അവിടെയും ഒരു ലീഫ് ഒട്ടിച്ചിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.